നമ്മൾ സന്ദീപ് വാര്യരില്ലേ, BJPയുടെ ചാരനാണോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. കാരണം അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയത് BJPൻ്റെ ചാരനായിട്ടാണ് ചില ആളുകളൊക്കെ ട്രോളുന്നത്. അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ സന്ദീപ് വാര്യരുടെ പത്രസമ്മേളനം, അതിനെ നമ്മൾ ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും അതിൽ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സന്ദീപ് പറഞ്ഞിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടത് BJP നേതൃത്വം തന്നെയാണ്. സന്ദീപ് ഇന്നലെ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അദ്ദേഹത്തിന് വേദന കൊള്ളിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, രാവിലെ എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം വരെ വെറുപ്പ് പ്രചരിപ്പിക്കുന്നതിൽ മനംനൊന്താണ്, അതിൽ വിഷമിച്ചിട്ടാണ് ഞാൻ BJP വിടാനുള്ള പല കാരണങ്ങളിൽ ഒരു കാരണം എന്നാണ്. കേരളം പിടിക്കാൻ ആഗ്രഹിക്കുന്ന BJP യഥാർത്ഥത്തിൽ സന്ദീപിൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കണ്ടേ? സന്ദീപ് ജി വാര്യർ എന്ന രാഷ്ട്രീയ നേതാവിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അത് അദ്ദേഹം BJP വിട്ടുപോയി കോൺഗ്രസിൽ ചേർന്നതിനല്ല. രാഷ്ട്രീയ പാർട്ടികൾ വിട്ടുപോകുന്നതും കൂടുവിട്ട് കൂടുമാറുന്നതൊന്നും കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പുതുമയുള്ള കാര്യമല്ല. അപ്പോൾ BJPയിൽ നിന്ന് തന്നെ ഇതിനു മുമ്പ് OK വാസു CPM-ലേക്ക് പോയിട്ടുണ്ട്, സുരേഷ് മിന്നിയും മറ്റൊരാൾ പോയിട്ടുണ്ട്. തീവ്രമായ നിലപാടുണ്ടായിരുന്ന പലരും, രായ്ക്ക് രാമായണം CPM-ലേക്ക് പോയ RSSകാരുണ്ട്. ഈ RSSൽ നിന്ന്, അതുപോലെ തന്നെ CPM-ൽ നിന്ന് RSSലേക്ക് കോൺഗ്രസിലേക്കൊക്കെ പോയവരുണ്ട്, എത്രയോ പേര് രാഷ്ട്രീയക്കാർക്ക്. പക്ഷേ അവർക്കൊക്കെ മാതൃകയാകുന്ന ചില നീക്കങ്ങൾ, ദൃശ്യങ്ങൾ ഇന്നലെ ഞാൻ കണ്ടു സന്ദീപ് വാര്യർ മാറിയതിന് ശേഷം. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് വിശദമായി കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ പറഞ്ഞു. ഇതേ പത്രക്കാർ പിന്നെ ഒറ്റക്കും തെറ്റക്കും ഒക്കെ അദ്ദേഹത്തെ ചെന്ന് കാണുന്നിടത്തൊക്കെ ഒരേ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഇത് വാർത്തയിൽ ഉണ്ടാക്കുന്ന ഒരു മടുപ്പുണ്ടല്ലോ, അത് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. ഒരു മീഡിയ പേഴ്സൺ, അല്ലെങ്കിൽ അദ്ദേഹം ഇവരുടെ വക്താവും കൂടിയായിരുന്നല്ലോ, മീഡിയയുടെ നല്ല ആസ്വാദകനും നിരീക്ഷകനും ഒക്കെയാണ്. അതുകൊണ്ട് നല്ല ബോധ്യമുണ്ട്. ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുന്നത് ബോറാണ്, പറയുന്നയാൾക്കും ബോറാണ്, കേൾക്കുന്നയാൾക്കും ബോറാണ്. അതുകൊണ്ട് ഓരോ ചാനലിനും ഇങ്ങനെ വീതം വെച്ച് ഒരേ കാര്യം ആവർത്തിച്ച് വിളമ്പാൻ ഞാനില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പത്രസമ്മേളനം നടത്തിയല്ലോ, പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലോ, ഇനി എന്നോട് അതേ കാര്യം ചോദിച്ചു വരരുത്. അത് എല്ലാ രാഷ്ട്രീയ നേതാക്കളും പാലിക്കേണ്ട ഒരു മര്യാദയാണ്, മീഡിയയും പാലിക്കേണ്ട മര്യാദയാണ്. ഒരിക്കൽ പറഞ്ഞ കാര്യം വീണ്ടും ചോദിക്കാതിരിക്കുക. ഈ കാര്യം, ഈ കൂട്ടത്തിൽ അദ്ദേഹം പാർട്ടി വിട്ടതിൻ്റെ കാരണങ്ങൾ ആ പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചു. ആ പത്രസമ്മേളനം ഞാൻ മുഴുവനായിട്ട് കേട്ടു. അതിലും നീ പറഞ്ഞൊരു കാര്യം വളരെ ശരിയാണ്. BJP ഇപ്പോൾ നമ്മുടെ ഒരു ട്രെൻഡ് എന്താ, എൻ്റെ പാർട്ടിയിൽ നിന്ന് ഒരാൾ നിൻ്റെ പാർട്ടിയിലേക്ക് വന്നാൽ അന്ന് വരെ അവൻ മഹാനായിരുന്നു, വിട്ടുപോയാൽ പിന്നെ അവൻ ഭൂമിയിൽ ഇത്ര മോശപ്പെട്ടൊരു കാര്യമില്ല അങ്ങനെയുള്ള നമ്മുടെ രീതി. ഒരു മാന്യമായ ഒരു യാത്രയപ്പോൾ ഒരു മാന്യമായ അവൻ്റെ ഇഷ്ടമാണ്, അത് അവൻ്റെ ബോധ്യമാണ് എന്ന് പറയുന്നൊരു നിലപാടാണ് പക്വമായ ഒരു രാഷ്ട്രീയം. അത് BJP സ്വീകരിക്കേണ്ടതാണ്. കൂട്ടത്തിൽ പോയിട്ടാണെങ്കിലും അതുവരെ കാരണമുണ്ടല്ലോ, ഈ സംഘടനാ മര്യാദ ഉണ്ടാവും. കാഡർ പാർട്ടികളിൽ പ്രത്യേകിച്ചും RSSൻ്റെ കാഡറായി വളർന്ന ഒരാൾക്ക് പ്രത്യേകിച്ചും ആ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റാത്തത് പുറത്തിറങ്ങി ഒരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ അദ്ദേഹം വിളിച്ചു പറയുകയാണ്. അപ്പോഴെങ്കിലും അപ്പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ BJPക്ക് ബാധ്യതയുണ്ട്. അതിലൊന്നാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു പക്ഷേ ഇന്ത്യയിലെ കോൺഗ്രസ്സിന് സന്ദീപ് വാര്യർ ഏറ്റവും സ്വീകാര്യനായി തീരാൻ പറ്റിയ ഏറ്റവും നല്ല മുദ്രാവാക്യമാണ്. അത് രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യമാണ്, അല്ലേ? ഈ മുഹബത്ത് കി ദുക്കാൻ, വെറുപ്പിന്റെ കടയിൽ നിന്ന് ഞാൻ സ്നേഹത്തിന്റെ കടയിലേക്ക് മാറുന്നു, ഇത് ഞങ്ങൾ സ്നേഹത്തിന്റെ കടയാണ് തുറന്നു വെച്ചത് എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയെ ഒരുപക്ഷെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ഒരാളാണ് സന്ദീപ് വാര്യർ. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഏറ്റവും നല്ല വാക്യം ആപ്റ്റായി, വളരെ കൃത്യമായി തിരഞ്ഞെടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ തീർച്ചയായിട്ടും BJP പരിശോധിക്കേണ്ടതാണ്. നമ്മളെപ്പോഴും ഞാൻ പങ്കെടുക്കുന്ന ചർച്ചകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, കേരളത്തിൽ, ഇന്ത്യയിലും പാടില്ല, കേരളത്തിലും പാടില്ല ഈ വെറുപ്പ്, ആരോടെങ്കിലുമുള്ള വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ട് പോസിറ്റീവ് അല്ലാത്തൊരു പൊളിറ്റിക്സ് മുന്നോട്ട് പോയാൽ താൽക്കാലികമായ വിജയങ്ങൾ ഉണ്ടായാലും അത് ഉൽപ്പാദിപ്പിക്കുന്ന എനർജി നെഗറ്റീവായിരിക്കും. അതുകൊണ്ട് ഈ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം ഉപേക്ഷിക്കേണ്ടതല്ലേ എന്ന് BJPക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ അതിനുള്ള മണ്ണ് വളരെ സജീവമാണ്, വളരെ സുലഭമായിട്ടുണ്ട് മണ്ണ്. കേരളത്തിൻ്റെ മണ്ണ് അതാണ്, സ്നേഹത്തിൻ്റെ മണ്ണാണ്, സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെയും ഒക്കെ മണ്ണാണ്. അപ്പോൾ അത് BJPക്ക് ഉയർത്തേണ്ട ഒരു പാഠമാണ്. കൂട്ടത്തിൽ വേറെ ഗൗതം ശ്രദ്ധിച്ചോന്നറിയില്ല, മൗലികമായ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹത്തോട് ചോദിച്ചു പത്രക്കാർ, നിങ്ങൾ മോദിയുടെ ആരാധകനാണോ? അദ്ദേഹം പറഞ്ഞു അല്ല. അവിടെ നിന്ന് പറയാൻ പറ്റില്ല, പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു എന്തുകൊണ്ടല്ല. അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, പൊളിറ്റിക്കൽ പേഴ്സണാണ്. രാഷ്ട്രീയ പ്രവർത്തകന്
ഒരാളെ ഇങ്ങനെ ആൾദൈവങ്ങളില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ ഈ വിഗ്രഹങ്ങളില്ല. രാഷ്ട്രീയ പ്രവർത്തകന് വേണമെങ്കിൽ മാതൃകകളായ ആളുകളുണ്ടാവാം, അതല്ലാതെ ഞാൻ മോദിയുടെ ഭക്തനല്ല. അത് എല്ലാ പാർട്ടിക്കാർക്കും ബാധകമായ ഒന്നല്ലേ? ഏതെങ്കിലും ഒരാളുടെ ഭക്തി അല്ലെങ്കിൽ ഒരാളോടുള്ള ഒരു ഇമേജിനെ, ഒരു വിഗ്രഹത്തെ ഉയർത്തി കാണിച്ചിട്ടല്ലല്ലോ രാഷ്ട്രീയ പാർട്ടി. ആശയങ്ങളുടെ ബലത്തിലല്ലേ മുന്നോട്ട് പോകേണ്ടത്, മുദ്രാവാക്യങ്ങളല്ല ഉയർത്തിപ്പിടിക്കേണ്ടത്. അത് എല്ലാ പാർട്ടിക്കും ബാധകമായൊരു ചോദ്യമാണ്. ശ്രദ്ധിച്ചിരുന്നു, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. ഞാൻ അതുപോലെ തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഈ എന്നെ, അത് വളരെ പ്രധാനപ്പെട്ട പാഠമല്ലേ? അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം BJPക്കകത്തെ ഗ്രൂപ്പിസം, അത് അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം കൃത്യമായി പറഞ്ഞൊരു വാക്യം എന്താണ്? എന്നെ ഇന്ന് ഈ നിലയിൽ, ഈ സീറ്റിൽ കൊണ്ടുവന്ന് ഇരുത്തിയതിന് കെ സുരേന്ദ്രനും C കൃഷ്ണകുമാറിനും സംഘത്തിനുമാണ് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ, BJP എന്ന ആശയം എന്നെ ദ്രോഹിച്ചതിനേക്കാളേറെ, ആശയമല്ല എന്നെ ദ്രോഹിച്ചത്, പാർട്ടിയുമല്ല, പാർട്ടിയിലെ ചില വ്യക്തികളടങ്ങുന്ന ഗ്രൂപ്പാണ്. അദ്ദേഹത്തിൻ്റെ അതിലൂടെ എനിക്ക് മനസ്സിലായത്, അദ്ദേഹത്തിന് ഇപ്പോഴും RSSനോടും BJPയോടും ഒരു സ്നേഹമുണ്ട്. പക്ഷേ വല്ലാത്ത വിഷമങ്ങളുണ്ട്. ആ വിഷമങ്ങളാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞത്. അതെ, തീർച്ചയായിട്ടും കേട്ടോ. കാരണം ഈ രാഷ്ട്രീയത്തിൽ മനുഷ്യൻ മറിച്ച് തീരുമാനം എടുക്കുന്നതും പാർട്ടി വിട്ടു പോകുന്നതും ഒക്കെ പലപ്പോഴും ആ ആശയത്തോട് സമ്പൂർണ്ണമായി വിരോധം ഉണ്ടായിട്ടൊന്നും ആവില്ല. വ്യക്തിപരമായ അനുഭവങ്ങൾ വെച്ചിട്ടായിരിക്കും. പോയേ തീരൂ എന്ന അവസ്ഥയുണ്ടാവും. ദ്രോഹം സഹിക്കാഞ്ഞിട്ടായിരിക്കും, വേദന കൊണ്ടായിരിക്കും. വേദനിപ്പിക്കുന്നത് ആശയമാവില്ല, വേദനിപ്പിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് വേദനിപ്പിച്ച ആളുകൾ ഉണ്ട്. BJP പഠിക്കേണ്ട പാഠം എന്താണ്? കേരളത്തിലെ BJP ഇപ്പോഴും രക്ഷപ്പെടാത്തതിൻ്റെ രണ്ട് കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. രണ്ടും സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ആശയപരമായി സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് മാറണം. രണ്ടാമത്തെ തലം എന്താ? രണ്ടാമത്തെ തലം ഗ്രൂപ്പിസമാണ് BJPയുടെ നാശം. അതെല്ലാവർക്കും അറിയാവുന്നേ, പട്ടാപ്പകൽ എല്ലാവർക്കും അറിയാവുന്ന ഗ്രൂപ്പിസം. അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ BJPക്ക് രക്ഷയില്ല എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, ബലിദാനികളെ വെച്ച് വോട്ട് പിടിക്കരുത്. യെസ്, വളരെ പ്രധാനപ്പെട്ട. ഇത് എല്ലാവർക്കും ഉള്ള പാടാണ് കേട്ടോ, എല്ലാവർക്കും ഉള്ള പാടാണ്. ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയപ്പോൾ അയ്യോ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറഞ്ഞ പോലെ, ഇപ്പോൾ സന്ദീപ് വാര്യർ നമുക്ക് പറ്റില്ല, ഇന്നലെ വരെ പറ്റുമായിരുന്നു, ഇന്നലെ വരെ പിന്നാലെ നടന്നവർ പറ്റില്ല എന്ന് പറയുന്ന അവർക്കും ബാധകമാണ്. സന്ദീപ് വാര്യർ പറഞ്ഞൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം അതല്ലേ ഇത്. ബലിദാനികളുടെ നിർഭാഗ്യവശാൽ എന്തൊക്കെയോ കാരണങ്ങളാൽ ഒരു ആശയത്തിന് വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിൽ ഉണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ആളുകളെയാണല്ലോ RSSകാർ ബലിദാനികൾ എന്ന് വിളിക്കുന്നു. അത് CPMകാരുടെ ആണെങ്കിൽ CPMകാരുടെ ഭാഗമാകുമ്പോൾ രക്തസാക്ഷികൾ എന്ന് വിളിക്കുന്നു. അങ്ങനെയല്ലേ? ആ രക്തസാക്ഷികളെ അല്ലെങ്കിൽ ബലിദാനികൾ അവരുടെ പടം വെച്ചിട്ട്, കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ പടം വെച്ച് വോട്ട് പിടിക്കുന്ന CPMകാരും എല്ലാവരും അവർക്ക് ബലിദാനികളുടെ പടം വെച്ച്, ഇപ്പോൾ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു ബലിദാനിയുടെ പടം വെച്ചിട്ടാണ് കൃഷ്ണകുമാർ പോസ്റ്ററൊക്കെ അടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികളെല്ലാം ജാമ്യം കിട്ടി. എങ്ങനെയാണ് ജാമ്യം കിട്ടിയത്? ആ ചോദ്യം ചോദിക്കുന്നത് അത് അടുത്ത ചോദ്യമാണ്. പൊളിറ്റിക്കൽ നെക്സസ് പറയാതെ പറയുന്നുണ്ട്. അത് പറഞ്ഞല്ലോ കൃത്യമായിട്ട്. 16 പേരോ എത്ര പേരാണ്? 17 പേര്. 17 പ്രതികൾക്കും ജാമ്യം കിട്ടി. അവർ SDPക്കാരോ മറ്റാന്ന് തോന്നുന്നു അല്ലേ? ശ്രീനിവാസനൊക്കെ വന്ന കേസിൽ 17 പേർക്കും ജാമ്യം കിട്ടി. എന്നാൽ അപ്പുറത്ത് നടന്നൊരു കൊലപാതക കേസിലെ പ്രതി ഇന്നും ജാമ്യം കിട്ടാതെ പുറത്തിരിക്കുകയാണ്. ആരെയാണ് രക്ഷിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. പൊളിറ്റിക്സിന്, രാഷ്ട്രീയത്തിന് അതീതമായ ഒരു നെക്സസ് കേരളത്തെ ഭരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് BJPക്ക് മാത്രമല്ല കൊള്ളേണ്ടത്, എല്ലാവർക്കും കൊള്ളേണ്ടതാണ്. അതിന് പകരം അടുത്തൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞല്ലോ. കരുവന്നൂരും മറ്റേ കേസില്ലേ കൊടകരയും, കരുവന്നൂരും കൊടകരയും വെച്ചു മാറുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് കൂട്ടുനിൽക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഫോൺ കോളിൽ എൻ്റെ പേരില്ല. ഏതിൻ്റെ? ധർമ്മജന്റെ. അതാണ് അടുത്ത ചോദ്യം. ഈ ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ എൻ്റെ പേരില്ലാതെ പോയത് ആണോ എനിക്ക് പറ്റിയ കുറ്റം? അത് ചോദിക്കൂ. രണ്ട് കാര്യങ്ങളാണ് ഒന്നുന്നത്. ഒന്ന്, രാഷ്ട്രീയത്തിലെ അഴിമതി. രണ്ട്, രാഷ്ട്രീയത്തിലെ ഒത്തുകളി. രണ്ട് കാര്യമുണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്. എനിക്കെതിരെ സംഘടന നടപടിയെടുത്തു. എന്തിനാണ് നടപടിയെടുത്തത്? ഹലാൽ വിഷയത്തിൽ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. വിവേകമല്ല, വികാരമല്ല, വിവേകമാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ എനിക്ക് 1 വർഷം സംഘടനാ നടപടി ഉണ്ടായി. ഒന്ന് ആലോചിച്ചു. മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വാദിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹം യാഥാർത്ഥ്യ ബോധത്തോടെയാണ് ആ സ്റ്റെപ്പ് എടുത്തത്. പല വിഷയങ്ങളിലും അങ്ങനെയാണെന്നേ. അപ്പോൾ ഒരു തീവ്ര നിലപാട് ആണ് ഒരു പക്ഷേ പലർക്കും ആവശ്യമുള്ളത്. വർഗീയമായൊരു വിഭജനത്തിന് ആണ് ആവശ്യമുള്ളത്. അതിനും വിരുദ്ധമായ നിലപാടെടുത്തപ്പോൾ 1 വർഷത്തോളം അദ്ദേഹത്തിനെതിരെ നടപടി വന്നു എന്ന് പറയുന്നു. ഇത്തരം ഇഷ്യൂസൊക്കെ BJPക്ക് മാത്രമല്ല പാഠമാകേണ്ടത്, എല്ലാവർക്കും പാഠമാകേണ്ടതാണ്. ഇതിപ്പോൾ ഇത്തരം ഇഷ്യൂസൊക്കെ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ. ഞാൻ നേരിട്ടുണ്ട് ചില കാര്യങ്ങളിൽ. എന്നെ പുറത്താക്കുന്നത് എന്തിനാ? ഇത്തരം ഇഷ്യൂസിനാണ്. ഇപ്പോൾ
ഈ വെറുപ്പിന് പകരം സ്നേഹത്തിൻ്റെ നിലപാടെടുത്തതിന് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി വന്നു. നടപടി വന്നിരുന്നു എന്നുള്ളത് ഇന്റേണലാണ്, പുറത്താർക്കും അറിയുമായിരുന്നില്ല. അത് അറിഞ്ഞ് നല്ലതല്ലേ. എനിക്ക് തോന്നുന്നു സന്ദീപിന് കൂടുതൽ സ്വീകാര്യത കിട്ടുന്ന ഒരു വെളിപ്പെടുത്തലാണത്. അതൊന്ന്. അവസാനമായ ഒറ്റ കാര്യം കൂടി സന്ദീപ് പറഞ്ഞിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ BJP ഞെട്ടിക്കേണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ ബോംബുകൾ ഇനിയും പൊട്ടാനുണ്ട്. ഇലക്ഷൻ്റെ ദിവസം, ഇലക്ഷന് തൊട്ട് മുമ്പ്, പാലക്കാട് ഇലക്ഷന് തൊട്ട് മുമ്പാണല്ലോ അങ്ങ് ഈ ബോംബ് പൊട്ടിച്ചതെന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ ബോംബുകൾ പൊട്ടിത്തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇതൊരു തുടക്കം മാത്രം, ഇനിയും പൊട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ BJPക്കകത്ത് മുഴുത്തു നിൽക്കുന്ന അസംതൃപ്തിയുടെ ആഴം എത്രമേൽ ഭീകരമായിരിക്കും. ഗൗതമൻ എന്ത് തോന്നുന്നു? ആരെങ്കിലും ഇനിയും BJPയിൽ നിന്ന് പുറത്തു പോകാൻ വിങ്ങി പൊട്ടി കാത്തു നിൽക്കുന്നുണ്ടാവുമോ? എന്തായിരിക്കും ശോഭാ സുരേന്ദ്രന്റെ ഭാവി? അങ്ങനെ ശോഭാ സുരേന്ദ്രന് തീർച്ചയായിട്ടും നമ്മൾ പാലക്കാട് അവർക്കൊരു സീറ്റ് കൊടുക്കും. കാരണം അവർ BJPയിൽ ഒരുപാട് കഴിവുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിവുള്ളൊരു നേതാവാണ്. അങ്ങനെ ഒരു നേതാവിന് സ്വാഭാവികമായിട്ടും പാലക്കാട് സീറ്റ് കൊടുക്കേണ്ടതായിരുന്നു. അപ്പം തീർച്ചയായിട്ടും BJPക്ക് അവിടെ വലിയൊരു വിജയ സാധ്യത ശോഭാ സുരേന്ദ്രൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഇതുപോലെ കഴിവുള്ള നേതാക്കളെയൊക്കെ തഴഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യം തുടരുകയാണെങ്കിൽ സന്ദീപിനെ പോലെ പല ആളുകളും അവിടുന്ന് പുറത്തേക്ക് വരും. ശ്രീജിത്ത് പണിക്കർ പാർട്ടിക്കാരനല്ലെങ്കിലും പാർട്ടിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടേയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെയും പിണക്കി, അദ്ദേഹത്തെയും ശത്രു പട്ടികയിലാണ് ഇപ്പോൾ പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷേ എനിക്കിതിൽ തോന്നുന്ന ഒരു കഴിഞ്ഞ ദിവസത്തെ സന്ദീപിൻ്റെ പത്രസമ്മേളനത്തിൽ എനിക്ക് പ്രധാനമായിട്ടും തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്ദീപ് ശരിക്കും BJPക്ക് ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷേ ഇനി രാഷ്ട്രീയം കേരളത്തിൽ നയിക്കേണ്ടത് വെറുപ്പ് പറഞ്ഞുകൊണ്ടല്ല. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ അയൽവാസി മുസ്ലിമാണ്, എൻ്റെ മറ്റു മതസ്ഥരാണ്, എനിക്ക് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇവരെ വെറുപ്പും വാങ്ങിച്ചുകൊണ്ട് എനിക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് വെറുപ്പ് അവസാനിപ്പിക്കുക. കേരളം പിടിക്കണമെങ്കിൽ BJP ചെയ്യേണ്ടത് വെറുപ്പ് അവസാനിപ്പിച്ചിട്ട് സ്നേഹത്തിൻ്റെ വഴിയെ, സൗഹാർദ്ദത്തിൻ്റെ വഴിയെ, നവോത്ഥാനത്തിൻ്റെ വഴിയൊക്കെ നീങ്ങിയാലാണ് കേരള മനസ്സിനെ സ്വാധീനിക്കാൻ BJPക്ക് കഴിയുക എന്നാണ് ഇന്നലെ സന്ദീപ് പറഞ്ഞു വെച്ചത്. കൃത്യമായിട്ട് പറഞ്ഞാൽ അവസാനിപ്പിക്കുമ്പോൾ നമുക്കിങ്ങനെ പറയാം, BJPക്ക് വിജയത്തിലേക്കുള്ള വഴികാട്ടാനാണ് സന്ദീപ് ജി വാര്യർ സ്വയം ബലിയാടായത്. റൈറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.